വളരെ കുറഞ്ഞ മുതൽ മുടക്കി തന്നെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ സെൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ബിസിനസ് ബസ് പ്ലസിൻ്റെ വെബ്സൈറ്റ്. ഹായ് എവ്രിവൺ, ആമസോണിൽ നമുക്ക് കൂപ്പൺ കോഡ്സ് ഗിഫ്റ്റ്സ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ റെഡീം ചെയ്തുകൊണ്ട് നമുക്കൊരു പർച്ചേസ് നടത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്കിവിടെ മുകളിൽ ഗിഫ്റ്റ് കാർഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ആഡ് ടു അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഗിഫ്റ്റ് കാർഡിൻ്റെ കോഡ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ആഡ് ടു യുവർ ബാലൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞങ്ങൾക്ക് കാണാം 10,000 രൂപ എൻ്റെ ഗിഫ്റ്റ് കാർഡിൻ്റെ എമൗണ്ട് അതിനകത്ത് കയറിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ഇത് പർച്ചേസ് ചെയ്യാം. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രിമ്മറാണ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് കാർട്ടിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സാധാരണ രീതിയിൽ തന്നെ പ്രൊസീഡ് ടു ബൈ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ സെലക്ട് ഡെലിവറി അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഡെലിവറി അഡ്രസ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ അഡ്രസ്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ യൂസ് ദിസ് അഡ്രസ്സ് കൊടുത്തു. ഇനി നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് നോക്കാം. ഇവിടെ നമുക്ക് ഇതേപോലെ യൂസ് എന്ന് പറഞ്ഞിട്ട് ഇത്ര ബാലൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് ആമസോൺ പേ ബാലൻസ് ആണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട്, ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് എനിക്ക് ഈ ഒരു ആമസോൺ പേ ബാലൻസിൽ ആഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഗിഫ്റ്റ് കാർഡിൽ നിന്നുള്ള എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒന്നല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡ് എൻ്റർ ചെയ്ത് കംപ്ലീറ്റ് എമൗണ്ട് ആമസോൺ പേ ബാലൻസിൽ ആഡ് ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗിഫ്റ്റ് കാർഡിൻ്റെ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ഗിഫ്റ്റ് കാർഡ്സ് ഉണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് അതിൽ ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തതിനേക്കാൾ അധികമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഗിഫ്റ്റ് കാർഡിൻ്റെ കോഡ് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ആമസോൺ പേ ബാലൻസിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ഓൾറെഡി എനിക്ക് ആമസോൺ പേ ബാലൻസിൽ എമൗണ്ട് ഉണ്ട്. സോ യൂസ് ദിസ് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കുകയാണ്. അതിനുശേഷം റിസീവ് ഐറ്റംസ് ആൻഡ് ഡെലിവറി എന്ന ഓപ്ഷനിൽ എനിക്ക് ഇതിൻ്റെ അഡീഷണൽ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ പ്ലേസ് യുവർ ഓർഡർ ആൻഡ് പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ ഓർഡർ പ്രോസസ്സ് ആവുന്നുണ്ട്. ഇവിടെ ഇനി ഓർഡർ പ്ലേസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിലേക്ക് നമ്മൾ എത്തുന്നതാണ്. നമുക്കൊരു പേയ്മെൻറ്റ് കൺഫർമേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആമസോൺ ഗിഫ്റ്റ് കാർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഗിഫ്റ്റ് കാർഡ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആഡ് ടു അക്കൗണ്ട് ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കാർഡ്സിൻ്റെ എമൗണ്ടിൽ ഇനി എത്ര ബാലൻസ് ഉണ്ടെന്നുള്ളത് കാണാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻസ് കാണാനായിട്ട് പറ്റും. എൻ്റെ റീസെൻറ്റ് പർച്ചേസാണ് ഈ ഒരു 1795 വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.